നെയ്മറിന്റെ ടീമിലെ സാന്നിധ്യത്തെക്കുറിച്ച് ഇന്നലത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വെച്ച് ആഞ്ചലോട്ടിയോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് നെയ്മറിനെ ഞങ്ങൾ പിച്ചിൽ മാത്രം ഉൾപ്പെടുത്താനല്ല ടീമിൽ ഉൾപ്പെടുത്തിയത്. അനൂപ് പറഞ്ഞ വളരെ കൃത്യമായ കാര്യമാണ്. അത് ആഞ്ചലോട്ടിയുടെ മനസ്സിലാതെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് യുവതാരങ്ങൾക്ക് നൽകുന്ന ഒരു പ്രചോദനമുണ്ട്. അതിനു കൂടി വേണ്ടിയാണ് അദ്ദേഹത്തെ കൃത്യമായ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഇതുകൂടെ ലക്ഷ്യമിട്ട് തന്നെയാണ് നെയ്മറിനെ ഞങ്ങൾ ടീമിനൊപ്പം ചേർത്ത് എന്നുള്ളത് ആഞ്ചലോട്ടി സംശയങ്ങൾക്ക് അതീതമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ ടീമിൻ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് അതാണ്. കൂടുതൽ കാലങ്ങളായി ഇതേ പോസിറ്റിവിറ്റി ഉള്ള ഒരു ടീമാണ് അർജന്റീനയും. ഈ ഇത്രയും ഫുൾ ടീമായി ഏതാണ്ട് 17 അംഗങ്ങളും കഴിഞ്ഞ ലോകകപ്പിലുണ്ട്. ബ്രസീലിനും അതുപോലെയുണ്ട്. ഒരു പക്ഷേ 7-8 താരങ്ങൾ കഴിഞ്ഞ ലോകകപ്പിൽ കളിച്ച ടീം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ 7 താരങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്, ടീമിന് പ്രായമാകുന്നു എന്നുള്ളത്. ഈ പഴയ താരങ്ങളെ നിലനിർത്തുന്ന 4 വർഷമായി. ആ 4 വർഷത്തിന് ശേഷവും പഴയ താരങ്ങളുമായി എത്തുന്നു എന്നുള്ളത് പറയുമ്പോൾ ടീമിൻ്റെ യുവത്വം കുറയുന്നു എന്നുള്ളത് കൂടെ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ്. പ്രായം കൂടുന്നു എന്നുള്ളതാണ്. ബ്രസീൽ ടീമിൻ്റെ മിഡ്ഫീൽഡിൻ്റെയും അതോടൊപ്പം തന്നെ ഡിഫൻസിൻ്റെയും ശരാശരി പ്രായം നോക്കുമ്പോൾ അത് എബവ് 32 വരുന്നുണ്ട്. അതൊരു നല്ല സൂചനയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറ്റാക്കിംഗ് കോമ്പിനേഷനിൽ മാത്രമാണ് പ്രായക്കുറവുള്ളത്. അവിടെയാണ് എൻട്രിക്കുള്ളത്, റയാനുള്ളത്, ഈവൻ ഇപ്പോൾ നമ്മൾ പറയപ്പെടുന്ന വിനീഷ്യസ് ജൂനിയർ പോലും എബവ് 25 ആയി എന്നുള്ളതാണ്. റഫീനിയ ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ യുവതാരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അറ്റാക്കിങ്ങിൽ മാത്രമാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുമിച്ച് കളിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഗുണം ബ്രസീലിന് ലഭിക്കും എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പോൾ പോലും പഴയ ബ്രസീലിൻ്റെ കളിയല്ല, ആ ശൈലിയിലല്ല. ഇപ്പോൾ ടിറ്റയുടെ ടീമിലാണ് ഇവരെല്ലാം നിരന്തരമായി കളിച്ചത്. ടിറ്റെ ഫ്ലാങ്സിനെയാണ് നന്നായിട്ട് യൂസ് ചെയ്തത്. അതിന് അദ്ദേഹത്തിന് അന്ന് വിഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യമല്ല ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴെന്നുള്ളതാണ്. കുറച്ചുകൂടെ മിഡ്ഫീൽഡിലേക്ക് തന്നെ അതെത്രത്തോളം ശുഷ്കമാണെങ്കിൽ പോലും അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. സ്വാഭാവികമായും വിങ് ബാക്കുകൾക്ക് കയറി ഇറങ്ങി കളിക്കാനുള്ള പ്രായം അവരുടേത് അതല്ല, അതിനനുസരിച്ചുള്ള വേഗതയല്ല. നമുക്ക് ഡാനി ആൽസിനോടോ അല്ലെങ്കിൽ മാഴ്സലോയോടോ കമ്പയർ ചെയ്യാവുന്ന 2 താരങ്ങളല്ല ഡാനിലോയും അലക്സാണ്ട്രോയും. അദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് ടൈം ഉണ്ടായിരുന്നു 10 വർഷം മുമ്പ്. അദ്ദേഹത്തിൻ്റെ പീക്ക് കഴിഞ്ഞിട്ട് 10 വർഷമായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പീക്കിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ബ്രസീലിയൻ ക്ലബ്ബിൽ കളിക്കുന്നത് തോന്നുന്നു. അപ്പം യൂറോപ്യൻ ക്ലബ്ബുകളിൽ ഇറ്റാലിയൻ ലീഗിൽ നിന്നെല്ലാം മാറി അദ്ദേഹം യുവന്റസിൽ നിന്ന് മാറിയിട്ടാണ് അദ്ദേഹം ബ്രസീലിൽ. അപ്പോൾ അദ്ദേഹമെല്ലാം അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അസ്തമയ കാലഘട്ടത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന 2 വിങ് ബാക്കുകളാണ്. അവരെ ഉപയോഗിച്ച് റഫീഞ്ഞയ്ക്കോ അല്ലെങ്കിൽ വിനീഷ്യസ് ജൂനിയറിനോ പന്ത് എത്തിക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കും.